ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. എൽ പി യു പിയുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് UPSTക്ക് കാറ്റഗറി 2 നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അതിനൊരു സർക്കാർ ഉത്തരവുണ്ട്. സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 14 ക്ലാരിഫിക്കേഷനോട് കൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ആ ഒരു ഉത്തരവനുസരിച്ച് പുതുക്കിയ യോഗ്യതകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ തെറ്റിദ്ധാരണകളും ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ. കുറേ ആളുകൾക്ക് സംശയം ഉണ്ടാവും, കാറ്റഗറി 2 ഉള്ളവർക്ക് UP എഴുതാൻ പറ്റുമോ, സെറ്റ് നെറ്റ് ഉള്ളവർക്ക് എഴുതാൻ പറ്റുമോ, MEd MPhil, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം LP സ്കൂൾ ടീച്ചേഴ്സ് ആവാനുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഫസ്റ്റ് മുതലേ നമ്മൾക്കുള്ള ഒരു തോട്ടാണ് എന്ത്, +2 TTC ഉണ്ടെങ്കിൽ LP സ്കൂൾ ടീച്ചർ ആവാം എന്ന്, അല്ലെ? TTCക്ക് പകരം അല്ലെങ്കിൽ TTCയുടെ മറ്റൊന്നാണ് എന്ത്, DLED, അതായത് ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ +2 പരീക്ഷ കഴിഞ്ഞ് TTCയോ DLED ഉണ്ടെങ്കിൽ അധ്യാപക യോഗ്യതാ പരീക്ഷയായ കേട്ടറ്റ് 1 അല്ലെങ്കിൽ കേട്ടറ്റ് 2 ഇതിലേതെങ്കിലും ഒരെണ്ണം നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏത് പരീക്ഷ എഴുതാം, LPST എക്സാം എഴുതാം. ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടായാൽ മതി. ഏതിനോടുകൂടി? +2 TTC അല്ലെങ്കിൽ DLനോട് കൂടി കേട്ടറ്റ് 1 അല്ലെങ്കിൽ കേട്ടറ്റ് 2 ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ LPST എക്സാം അവർക്ക് എഴുതാം. അതായത് ഏതെങ്കിലും ഒരാൾക്ക് +2 DLED കഴിഞ്ഞ് കേട്ടറ്റ് 1 മാത്രമാണ് എഴുതി കിട്ടിയതെങ്കിൽ അയാൾക്ക് LPST എക്സാം എഴുതാം. അതല്ല, അയാൾക്ക് കേട്ടറ്റ് 2 മാത്രമാണ് +2 DLEDന്റെ കൂടെ കിട്ടിയതെങ്കിൽ അയാൾക്കും എന്ത് ചെയ്യാം, LP എക്സാം എഴുതാം. കേട്ടറ്റ് 1 കേട്ടറ്റ് 2 രണ്ടും വേണമെന്നില്ല, ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായാലും LPST എക്സാം എഴുതാം. മനസ്സിലായല്ലോ? ഇനി ഇവിടെ ഒരു എക്സ്ക്യൂസ് വരുന്നത് ആർക്ക് മാത്രമാണ്? സി ടെറ്റ് 1 അല്ലെങ്കിൽ 2 ഇതിലേതെങ്കിലും ഒന്ന് ഉള്ളവർക്ക് കേട്ടറ്റിന് പകരം അവരുടെ ടെറ്റ് ക്വാളിഫിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതായത് +2 DLED കഴിഞ്ഞ് ടെറ്റ് 1 ഉള്ള ഒരാൾക്ക് LPST എഴുതാം, അല്ലെങ്കിൽ ടെറ്റ് 2 ഉള്ള ഒരാൾക്ക് LPST എഴുതാം. അവർക്ക് കേട്ടറ്റ് എന്തില്ല, നിർബന്ധമില്ല. ഓക്കെ, മനസ്സിലായല്ലോ? ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, വേറെ ഒരു ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കും ഇവിടെ ഒരു ഇളവ് വരുന്നില്ല. ആകെ കേട്ടറ്റിന് പകരമായിട്ട് അല്ലെങ്കിൽ കേട്ടറ്റിന് ഇക്വലന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ത് മാത്രമാണ്, ടെറ്റ് കാറ്റഗറി 1, 2 മാത്രമാണ്. വേറെ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസും ഇത് ഉണ്ടായിരിക്കില്ല. അതായത് ഇത് എഴുതാൻ പറ്റില്ല, LP എക്സാം എഴുതാൻ പറ്റില്ല. മനസ്സിലായല്ലോ? ഇനി നമുക്ക് UP എക്സാമിന്റെ കാര്യം നോക്കാം. LPST എക്സാമിന്റെ പറഞ്ഞതുപോലെ തന്നെ ആ ക്വാളിഫിക്കേഷൻ അതേപോലെ തന്നെ ഇതിലും യൂസ് ചെയ്യാം. അതായത് ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, സെയിം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് UP എക്സാം എഴുതാം. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലരും ഓരോ പോസ്റ്റേഴ്സിലും അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, UP എക്സാം എഴുതാൻ ഡിഗ്രി നിർബന്ധമാണ് എന്ന്. അങ്ങനെ ഒന്നുമില്ല. +2 DLED കഴിഞ്ഞ് കേട്ടറ്റ് 1 അല്ലെങ്കിൽ കേട്ടറ്റ് 2 ക്വാളിഫിക്കേഷൻ നേടിയവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു UP എക്സാം എഴുതാം. ഇനി ഒരു ടീമിനും കൂടി അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് കൂടിയും UPSC എക്സാം എഴുതാം. ആർക്കാണത്? ഡിഗ്രി വിത്ത് BEd ഉള്ളവർക്ക് കേട്ടറ്റ് 2 അല്ലെങ്കിൽ ടെറ്റ് 2 കാറ്റഗറി പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, UPST എക്സാം എഴുതാം. അവരേനെ ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഏത് കാറ്റഗറി ഉണ്ടായിരിക്കണം? കാറ്റഗറി 2, ഒന്നില്ലെങ്കിൽ ഡിഗ്രി BEd കാറ്റഗറി 2 ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം, അതല്ലെങ്കിൽ ഡിഗ്രി BEd ടെറ്റ് 2 ഉള്ളവർ ആയിരിക്കണം. ഇനി കാറ്റഗറി 3 ഉള്ളവർക്ക് അവരെ ഹൈസ്കൂൾ ടീച്ചേഴ്സ് ആയിട്ട് മാത്രമാണ് പരിഗണിക്കുന്നത്. അതായത് ഹൈസ്കൂൾ ടീച്ചേഴ്സിന്റെ എക്സാംസ്, അതിനുള്ള ക്വാളിഫിക്കേഷൻ മാത്രമാണ് കാറ്റഗറി 3 എന്നുള്ളത്. കാറ്റഗറി 3 പാസ്സായവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, LP അല്ലെങ്കിൽ UPST എക്സാം എഴുതാൻ പറ്റില്ല. ഓക്കെ.
ഇവിടെ എസ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, വേറെ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഉയർന്ന യോഗ്യതകൾ ഉള്ളവർക്കും യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസും ഈ LP-UP എക്സാംസ് എഴുതാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതിന്റെ ക്വാളിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ ഒരു LP-UP എക്സാംസ് എഴുതാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ യോഗ്യതയുടെ കാര്യത്തിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇത് വന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മലയാളത്തിന്റെ ബേസിലാണ്. അതായത് SSLCക്ക് മലയാളം പാർട്ട് 1ലോ 2ലോ പഠിച്ചിരിക്കണം, അതല്ലെങ്കിൽ മലയാള മീഡിയത്തിൽ പഠിച്ചിരിക്കണം. ഇതാണ് മലയാളത്തിന്റെ ബേസിലുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു LP-UP എക്സാം എഴുതുന്ന ആ ഒരു സ്റ്റുഡന്റ് അയാളുടെ 10ാം ക്ലാസ് എക്സാമിന് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ എന്ത് പഠിച്ചിരിക്കണം, മലയാളത്തിന്റെ പാർട്ട് 1ഓ അല്ലെങ്കിൽ പാർട്ട് 2ഓ പഠിച്ചിരിക്കണം. ഇനി അഥവാ ഇത് രണ്ടും മലയാളം അല്ലെങ്കിൽ എന്താണ്, മലയാള മീഡിയത്തിൽ പഠിച്ച സ്റ്റുഡന്റ് ആയിരിക്കണം. ഇതാണ് മലയാളത്തിന്റെ ബേസിലുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി സപ്പോസ് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല, മലയാളം പഠിച്ചിട്ടില്ല, മലയാള മീഡിയത്തിലല്ല പഠിച്ചതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻസിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ, അതായത് +2ഓ DLEDോ ഡിഗ്രിയോ BEd ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം, മലയാളം പഠിച്ചിരിക്കണം. മലയാളം ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് എന്തിൻ്റെ കാര്യത്തിൽ, LP-UP എക്സാം PG എക്സാം എഴുതുന്നതിൻ്റെ കാര്യത്തിൽ. ഓക്കെ, പിന്നെ ഏജ് കൂട്ടിയോ എന്നുള്ള ഡൗട്ടുകൾ പലർക്കുമുണ്ട്. അതിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഓർഡേഴ്സ് ഒന്നും തന്നെ സ്പെഷ്യലായിട്ട് വരാത്തത് കൊണ്ട് നമുക്കതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. തൽക്കാലം അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആ ഒരു ഓർഡറിനെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം വന്നതിനെ പറ്റി പോലും നിങ്ങൾ ആലോചിക്കേണ്ട. പിന്നെ അപ്പൊ എന്താണ് പറഞ്ഞു വന്നത്, നമ്മൾ ഇത്രയുമാണ് ഈ ഒരു LP-UP എക്സാംസ് എഴുതാനുള്ള യോഗ്യതകൾ എന്ന് പറയുന്നത്. ഉയർന്ന എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ പോലും കേട്ടിട്ടില്ലാതെ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കാൻ വരണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള ഓർഡർ. ഇനി കാറ്റഗറി 3 ഉള്ളവരോട് എവിടെ പോയി പഠിപ്പിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, ഹൈസ്കൂളിൽ പോയി പഠിപ്പിച്ചുകൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ യോഗ്യത ലെവൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. താങ്ക്